ചൂല് മാത്രം പൊട്ടുന്നുള്ള അഴുക്കൊന്നും പോകുന്നില്ലല്ലോ. നല്ല കനത്ത സാധനം തന്നെ നമ്മുടെ ജിസയിൽ കൊടുത്തിട്ടുണ്ട് അനുമോക്ക്. മിണ്ടാപ്പൂച്ച കല ഉടച്ചിരിക്കുകയാണ് മക്കളെ. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ജിസയില് തീ പാറിച്ചെന്ന് പറഞ്ഞാൽ തീ പാറിച്ചു. അതിന് എനിക്ക് തോന്നുന്നൊരു ക്രെഡിറ്റ് മൊത്തം നമുക്ക് കൊടുക്കേണ്ടത് അപ്പാനി ശരത്തിനാണ്. ജിസയിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങി മാറിയിരിക്കുന്ന നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഒതുങ്ങി മാറിയിരിക്കുന്ന ജിസൈലിനെ കുത്തിപ്പിരിയേറ്റി പൊളിച്ച് പുറത്തിറക്കിയത് സത്യം പറഞ്ഞാൽ അപ്പാനിയാണ്. അപ്പാനി ഇന്ന് രാവിലെ കുറച്ച് മുമ്പ് പോയിരുന്ന് ചൊറിയുന്നതായിട്ട് ജിസയിലെ എക്സ് കണ്ടസ്റ്റന്റ് അല്ലേ, എന്തോ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാതെ അങ്ങനെ ഇങ്ങനെ നിങ്ങളെ ധാരണയും പുറകെ പോകാത്ത. ഉടനെ ജിസയിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനീഷിന്റെ പുറകെ മാത്രമല്ലേ പോകുന്നുള്ളൂ, എന്തിനാണ് അയാളെ ടാർഗറ്റ് ചെയ്ത് പോകുന്നത്, എനിക്ക് താല്പര്യമില്ല, വേറെ എന്തെങ്കിലും വരട്ടെ, അപ്പോൾ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ജിസയിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജിസൈലിന്റെ ഈഗോ ഹേർട്ടായി അപ്പാനിയുടെ ഈ ഒരു ഡയലോഗില്. അതുകൊണ്ട് തന്നെ ജിസയിൽ അങ്ങോട്ട് കളത്തിലിറങ്ങി. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയ ജിസൈലിന്റെ അല്ലെങ്കിൽ ജിസയിൽ നല്ല കാനത്തിൽ കൊടുത്തത് വേറെ ആർക്കുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട അനുമോൾക്കാണ്. വെച്ച് താങ്ങി കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് മുമ്പായിട്ട് ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ വഴി ഈ ക്ലിപ്പുകൾ കാണിച്ച് തന്ന് റോസ്റ്റ് ചെയ്യണ്ട എന്നായിരുന്നു എൻ്റെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ സെക്കൻഡ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. സെക്കൻഡ് ചാനലിൽ ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വീഡിയോ കാണിച്ചുള്ള റോസ്റ്റിംഗ് തുടങ്ങാത്തത്. പക്ഷേ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇവിടെ ഇന്ന് ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോവാണ് ഈ മെയിൻ ചാനലിൽ. പക്ഷേ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരത്തില്ല, ഫോണിൽ കാണിച്ചു തരത്തേ ഉള്ള പണി കിട്ടും. അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് വൈകിട്ടോ നാളെ ആയിട്ടോ നമ്മുടെ ചാനൽ റെഡിയാവും. അപ്പോൾ വീണ്ടും അതിനകത്തോട്ട് വീഡിയോ ക്ലിപ്പ് വെച്ചുള്ള റോസ്റ്റിങ്ങുമായിട്ട് മാമനെത്തും. തൽക്കാലം നമുക്ക് ജിസയിൽ അനുമോൾക്ക് കൊടുക്കുന്ന ആ ഒരു കൊടുപ്പ് അതൊന്ന് കണ്ടാലോ? എന്നാ പിടിച്ചോ. ചൂല് മാത്രം പൊട്ടുന്നുള്ള അഴുക്കൊന്നും പോകുന്നില്ലല്ലോ. നല്ല കനത്ത സാധനം തന്നെ നമ്മുടെ ജിസയിൽ കൊടുത്തിട്ടുണ്ട് അനുമോക്ക്. പിന്നെ മലയാളത്തിന്റെ ചെറിയ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ഈ ഒതുങ്ങി മാറിയൊക്കെ ഇരുന്നുകൊണ്ടിരുന്നത്. മലയാളം അത്ര ശരിയല്ല, പോകുന്നില്ലല്ലോ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ. അതൊന്നും സത്യം പറഞ്ഞാൽ ജിസയിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട ടൈമിൽ കറക്റ്റ് കൊടുക്കാൻ ജിസൈലിന് അറിയാം. അത് അനുമോളുടെ കേസിൽ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും ഇതേപോലെ ഇനിയിപ്പം മുന്നോട്ടുള്ള ദിവസങ്ങളിലും അവർ ഈ ഒരു ആക്റ്റീവ്നെസ്സോട് കൂടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ അവർക്കൊരു ഗെയിം കാണിച്ചു തരാൻ നമുക്ക് പറ്റും. നമുക്കല്ല, അവർക്ക് നല്ലൊരു ഗെയിം കളിച്ച് നമ്മളെ കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആളുകൾ വോട്ട് ചെയ്യും. നിങ്ങൾ ചെയ്യത്തില്ലേ? നല്ലൊരു ഗെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. അല്ലാതെ ഈ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിച്ചായിരുന്നു, ആരെങ്കിലും അനുമോക്കിട്ട് നല്ലൊരു കൊട്ട് കൊടുക്കണമെന്ന്. അതെന്തായാലും ഇന്ന് ജിസയിൽ നമുക്ക് വേണ്ടി ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്ത് തന്നിരിക്കുകയാണ്. ഇടയ്ക്കൊരു കൊട്ട് കൊടുക്കേണ്ട ഒരു ഐറ്റം തന്നെ ആയിരുന്നു നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള അനുമോള്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ജിസൈലിൻ്റെ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടനായിട്ടിരിക്കുകയാണ്. ഇനി അവിടെ കുറച്ച് വേറെ പരിപാടികളും കൂടെ ഒക്കെ നടന്നടേ. നമ്മുടെ ശാരീരിക എന്തോന്നാണോ ഇവർ കാണിക്കുന്നത്? ക്യാമറ പോയി മറ്റേ സപ്പർമഞ്ച് കട്ടിൽ കിടന്ന് ക്യാമറയിലോട്ട് നോക്കിയിട്ട് ബിഗ് ബോസ് ഇങ്ങനെയല്ല, ബിഗ് ബോസ് ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ, കക്കൂസി പോവുക തിന്നുക, ഇത് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ഇവിടെ കണ്ടന്റ്. വേറെ നല്ല കണ്ടന്റ് ഒന്നും ഇല്ല ബിഗ് ബോസ്. എന്താണ് ഈ പെണ്ണുപിള്ള പറയുന്നത്? എന്നാൽ പിന്നെ ഇവർക്ക് കക്കൂസി പോവായിരുന്നു ഇവിടെ. അല്ല എന്താ ഇവരുടെ കുറച്ച് കലാപരിപാടികളുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പക്ഷേ കുറച്ച് നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് വീഡിയോ മൊത്തത്തിൽ കാണിക്കാൻ പറ്റത്തില്ല. ഈ ഫോണിൽ ഇങ്ങനെ കാണിച്ചാൽ പോലും പണി കിട്ടുവടേ. ഓക്കെ, പക്ഷേ നമ്മുടെ സെക്കൻഡ് ചാനലിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വ്യക്തമായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം 1-2 ദിവസങ്ങളും കൂടെ. കാരണം ചെറിയൊരു പണി ഞാൻ പറഞ്ഞല്ലോ, ചാനലിനൊരു പണി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. പക്ഷേ സമയമെടുത്താണെങ്കിലും നമ്മൾ അവിടെ തെയ്തിറിക്കും. കാരണം ഇത് കാണിച്ച് നിങ്ങളെ തന്നിട്ട് നമ്മളൊരു സാധനം അടിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഇല്ലേ? നമ്മളിവിടെ ഇരുന്ന് ഈ ചുമ്മാ പറയുന്നതിനെക്കാട്ടിലും അത് കണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും വരും, വെയിറ്റ് ചെയ്യുക. തൽക്കാലം നമുക്കിനി ശാരീരികയുടെ സാധനം കൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ? ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറ്റ്ലീസ്റ്റ് അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും ശാരിക ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ശാരികയുടെ മാത്രമൊന്നുമല്ല, നമ്മുടെ അനീഷ് ഉണ്ടല്ലോ, അനീഷും നമ്മുടെ മുൻഷി
രഞ്ജിത്തും കൂടെ അവരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. സത്യം പറഞ്ഞ ഈ അനീഷ് മനസ്സിലാവുന്നില്ലടോ ഇയാൾ അറിഞ്ഞുകൊണ്ട് ഇത്രയും വെറുപ്പിക്കുന്നതാണോ? സത്യം പറഞ്ഞ ജനങ്ങളെ ഇയാൾ വെറുപ്പിക്കുകയാണ്. കാരണം ഇയാൾ പറയുന്ന പല കാര്യങ്ങളും ഇയാൾ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ മിണ്ടത്തില്ല. ഇയാൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ തേരാപ്പാര നടക്കുക. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വരട്ടെ, കള്ളത്തരമൊക്കെ മെല്ലെ മെല്ലെ ഇപ്പോൾ ഈ ഒരു ആക്ടിങ് ആണ് അയാളുടെ എങ്കിൽ അധികം വൈകാതെ അതൊക്കെ പൊളിഞ്ഞു വീഴും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫസ്റ്റ് ശാരികയുടെ തന്നെ ഇനി ഒന്ന് കാണാം. ശാരികയുടെ കുറച്ച് അഭിനയ ശൃംഗത കുങ്കതങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. ബാ. ബോറടിക്കുമ്പം ശാരിക ചേച്ചി പോയി കിടക്കും. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അല്ല, ഇത്രയും നേരം ചേച്ചി അപ്പൊ എന്തുവായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം തേരാപ്പാരം നടക്കും, കുറച്ചു നേരം അകത്തുള്ള കട്ടിലെ പോയി കുറച്ചു നേരം ഇരിക്കും. ഇതല്ലാതെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ലല്ലോ. കണ്ടന്റ് ഉണ്ടാക്കി ചേച്ചി, ഉണ്ടാക്കി കണ്ടന്റ്. ബിഗ് ബോസ് മാമിൻ്റെ അടുക്കെ പോയി കംപ്ലൈന്റ് ചെയ്യുവാണോ കണ്ടന്റ് ഒന്നും ഇല്ലെന്ന്? ക്രിയേറ്റ് ചെയ്യ്. രാവിലെ തൊട്ട് അവിടെ കുറേ കണ്ടന്റുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. രാവിലെ ഒരു ഊക്കൻ അനുമോൾ ഷാനവാസ് ഒരു ചെറിയ പരിപാടി അവിടെ നടന്നു. അതിനുശേഷം ഇപ്പൊ ജിസേലിനെ കുത്തിപ്പൊക്കി അവർ വിട്ടു. ചേച്ചി ഇറങ്ങ്, കളത്തിലേക്ക് ഇറങ്ങ്. ഈ കഥ പറച്ചൊരു ഉപദേശം മാത്രം ഉള്ളല്ലോ ചേച്ചി. അവിടെ കിടന്നുകൊണ്ട് മറ്റേ നാട്ടുകാരെ കാണിക്കാനായിട്ട് കൊള്ളാം, പരിപാടി കൊള്ളാം. പക്ഷേ വർക്ക് ആവത്തില്ല കേട്ടോ ചേച്ചി. നമുക്ക് ബാക്കി കേൾക്കാം. പാത്രം കഴുകുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, കക്കൂസി പോവുക, ഇതൊക്കെയാണോ കണ്ടന്റ്? അയ്യോ, അല്ല, ചേച്ചി വിചാരിച്ചിരിക്കുന്ന അതാണ് കണ്ടന്റ് എന്നാണോ? നമുക്ക് അതൊന്നും അല്ല കണ്ടന്റ്, നമുക്കറിയാം. അതൊന്നും അല്ല. അവിടെ വേറെ കുറേ കണ്ടന്റുകൾ നടക്കുന്നുണ്ട്. ചേച്ചി അതൊന്നും കാണാതെ മൂലയ്ക്ക് പോയിരുന്ന് സേഫ് ഗെയിം കളിച്ചിട്ട് മറ്റേ ഇവിടെ കക്കൂസി പോകുന്നതും കുളിക്കുന്നതും ഇതൊക്കെ മാത്രം. ചേച്ചി കക്കൂസി പോകണ്ട ചേച്ചി, എന്നാ പിടിച്ചിരിക്കും, മുക്കിയിരിക്കുന്ന കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു വെച്ചിട്ട് ലാസ്റ്റ് കിടന്ന് മുക്ക എല്ലാം കൂടെ ഒന്നിച്ച്. അല്ല, നമുക്ക് ബാക്കി കണ്ടാലോ. ഇതുവരെ സീസൺസിലൊന്നും ഉണ്ടാകാത്ത കണ്ടന്റുകളൊന്നും വീണ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ പോലെ ഒരു റിപ്പറ്റീവ് വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ പലതും, എല്ലാതും അല്ല പലതും. രാവിലത്തെ ഒരു ആരോഗ്യപരമായ സംഭവമായിരുന്നു. മലയാളം സംസാരിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, നല്ല കാര്യം ചേച്ചി. കഴിഞ്ഞ സീസണെ കുറ്റം പറയാൻ ചേച്ചി ആരാ? ചേച്ചി പുറത്തിരുന്ന് എന്തുവാ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചോണ്ടിരുന്നത്? ഏതോ ഒരുത്തനെ നമ്മുടെ ജിൻഡോനെ എടുത്തു വെച്ച് അങ്ങോട്ട് അരി വറുത്തുണ്ട്. ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ജിൻഡോ മാമാ എന്നും പറഞ്ഞ് അയാളുടെ പുറകെ പോകുന്നത് കണ്ടല്ലോ. എന്നിട്ട് കഴിഞ്ഞ സീസൺ എന്തായിരുന്നെന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ കൂടുതലൊന്നും പറയണ്ട. പക്ഷേ ശാരിക എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ തൊഴുത്തിൽ കുത്ത് അല്ലെങ്കിൽ ഒരു നിലപാടില്ലായ്മ ഇത് നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. അവിടെ കയറി ചെന്നിട്ട് ഒന്നും ഇല്ലടേ. ചുമ്മാ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അവിടെ കിടന്നുകൊണ്ട് മറ്റേ ക്യാമറയിലോട്ട് നോക്കി ബിഗ് ബോസ് മാമ അത് തെറ്റാണ്, ബിഗ് ബോസ് മാമ ഇത് തെറ്റാണ്, ബിഗ് ബോസ് മാമ മറ്റേത് തെറ്റാണ്, ബിഗ് ബോസ് മാമ കുറച്ചും കൂടെ ഒന്നൊന്ന് സെറ്റ് ചെയ്യും ബിഗ് ബോസ് മാമ, അക്കൂതി പോകുന്ന മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് മാമ. ബാക്കി കാണാം നമുക്കല്ലേ, അതല്ലേ നല്ലത്. അതിന് നമ്മൾ ബിഗ് ബോസിന്റെ ടാസ്ക് എടുക്കുന്നപ്പോൾ അതും പൊളിയായിരുന്നു. അത് റിക്രിയേറ്റ് ചെയ്തത് ഭയങ്കര സംഭവം. പിന്നെ ബിഗ് ബോസ് തന്നെ ക്യാമറയെ കാണിച്ചു തരുവാ നമുക്ക്. എന്താ ക്യാമറ കണ്ടോ? ചേച്ചി കിടക്കുന്നതിന്റെ നേരെ തലയുടെ മേളില അങ്ങോട്ട് നോക്കി ചുമ്മാ കോണ അടിച്ചോണ്ടിരിക്കുക. ഇന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ആ ഷോട്ട് നല്ല വൃത്തിക്ക് കാണിച്ചു തന്ന ലൈവിൽ തന്നെ. എന്തിനാണ് ഈ പെൺപിള്ള? ബാക്കി കാണാം നമുക്ക്. നല്ല ബെസ്റ്റ് ഇന്റർവ്യൂറാ, ബാക്കി കാണാം. ഇന്നത്തെ സംഭവം ഇതിലൂടെ വെറൈറ്റി ആക്കാമെന്ന് എന്റെ കയ്യിൽ നിന്ന് പോയി. വിഷയം അണ്ടർഗാർമെന്റിന്റെ വിഷയം, അണ്ടർഗാർമെന്റിന്റെ ബാക്കിയുള്ളത് നമ്മുടെ അവന്മാരുടെ കാര്യമാണ്. അത് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ചേച്ചി പറഞ്ഞ കേട്ടല്ലോ അണ്ടർഗാർമെന്റിന്റെ വിഷയം. അത് ചേച്ചി കുറച്ചും കൂടി അങ്ങ് കളറാക്കിയാലെന്നാണ് ചേച്ചി പറയുന്നത്. അല്ല ചേച്ചി, നമുക്കറിയാം, ജനങ്ങൾക്കറിയാം. ചേച്ചിക്ക് അല്ലെങ്കിൽ ഈ ഷഡ്ഡിക്കഥയൊക്കെ ചേച്ചിയെ കൊണ്ട് പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? ഷഡ്ഡിക്കഥയെ പിടിച്ചു പോവുക, ഇതൊക്കെ ചേച്ചിയെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലാതെ അവന്മാരവിടെ കിടന്ന് കാണിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ അപ്പാനിയൊക്കെ രാവിലെ തൊട്ട് കൊള്ളാം. ഒന്നുമില്ലെങ്കിലും ചുമ്മാ ഇരുന്ന ജിസൈലിലെ ഇവന്മാർ 3 പേരും കൂടെ പോയി ഒന്ന് തുരത്തി എണീപ്പിച്ച് വിട്ട് ഇത്ര ആക്റ്റീവ് ആക്കിയല്ലോ, നല്ല കാര്യം തന്നെ. അതൊക്കെ ഒരു ഗെയിമാന്ന് പറയാം. ഇത് മറ്റേ ഒന്നും ചെയ്യത്തുമില്ല എന്നിട്ട് വന്നിട്ട് അയ്യോ ഇന്നലെ ഞാൻ അത് ചെയ്തില്ലേ, ഇന്നലെ ആ ഷഡ്ഡിയെ പിടിച്ച് കളിക്കേണ്ടതായിരുന്നേ. എന്താണോ ഈ പെണ്ണും പിള്ളക്ക്? ഇവർക്ക് നല്ല മുഴുത്ത വട്ട എന്ന് പണ്ടേ നമ്മൾ പറയുമായിരുന്നല്ലോ. അകത്ത് കയറി കഴിഞ്ഞിട്ടും ഇതൊക്കെ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി കണ്ടാലോ. ഇനി അനീഷിന്റെയും നമ്മുടെ മുൻഷിമാമിന്റെയും ചെറിയ കലാപരിപാടി അതും കൂടെ ഒന്ന് കാണാം. എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ള
അത്ര മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. കാരണം വേറൊന്നുമല്ല, അണ്ണൻ ഭയങ്കര ഡയലോഗ് അടിയാണ് നമ്മുടെ അനീഷണൻ. എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ ബഹുമാനിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ കോമണറാണ്, എന്നെ എല്ലാവരും ബഹുമാനിച്ചേ പറ്റുള്ളൂ. പക്ഷെ അണ്ണൻ ആരെയും ബഹുമാനിക്കാനൊന്നും പറ്റത്തില്ല, മനസ്സിലായോ? അപ്പം മുൻഷി പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് ബഹുമാനം. അല്ല, പഠിപ്പിച്ചു കൊടുക്കുകയല്ല, അനീഷിൻ്റെ നിന്ന് തേടുക. അനീഷ് അണ്ണ ഒന്ന് പറഞ്ഞതാണ്ണ, എന്താ അണ്ണ ഈ ബഹുമാനം എന്ന് പറയുന്നത്, എങ്ങനെ അത് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാം കേൾക്കുന്നുണ്ട്, കഥകളൊക്കെ അണ്ണൻ അങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷെ ഇവനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇവന്റെ ഭാഗത്ത് തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ, പിന്നെ ഇവന്റെ ഒരു കളി എങ്ങനെയാണെന്നറിയോ, ഇവൻ മിണ്ടത്തില്ല. ഇതാണ് ഇവന്റെ ഒരു ക്യാരക്ടർ. ഇവൻ മിണ്ടത്തില്ല, പിന്നെ ഇവൻ സംസാരിക്കത്തേ ഇല്ല. ഇപ്പം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു. ഇപ്പം നടക്കുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് അനീഷ്. ഇതൊരു നല്ല ഗെയിമർ അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും നല്ല സ്ട്രാറ്റജി അല്ല. ഇവനൊരു കാര്യം പറയുമെങ്കിൽ അതിനെ ഒരാൾ ഒപ്പോസ് ചെയ്യുമെങ്കിൽ ആ ഒപ്പോസ് ചെയ്യുന്ന സാധനത്തിനെ തിരിച്ചടിക്കാൻ പറ്റണോ ഇവരെ? അങ്ങനെ ഇവൻ അടിക്കുകയാണെങ്കിൽ ഒരു നല്ല ഗെയിമറാണെന്ന് ഞാൻ പറയും. പക്ഷെ ഇവന് മിണ്ടത്തില്ല. അങ്ങനെയുള്ള ഇവനെ എനിക്കൊരു നല്ല ഗെയിമറായിട്ട് കാണാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇവൻ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ മാറ്റി കുറച്ചും കൂടി ഒരു ഗുമ്മ് കാണിക്കുകയാണെങ്കിൽ ഓക്കെ. ഇപ്പം ഇവൻ എന്തോ ഈ കാണിക്കുന്നത്? വെറുപ്പിക്കുക. ഇവൻ എന്തൊക്കെയോ മറ്റേ വലിയ കള്ളിത്താളങ്ങൾ തള്ളി വെച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ആൾക്കാരെടാ നീ ഇത് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ പിന്നെ മിണ്ടത്തില്ല. ഇങ്ങനെ പൊട്ടന പിന്നെ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഞാനൊന്ന് പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.